അത്രയ്ക്ക് ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ആണ് നമ്മുടെ അത്രയ്ക്ക് ഓഫ് റോഡ് വേണ്ട വേണ്ട അത്രയ്ക്ക് ഓഫ് റോഡ് കേപ്പബിലിറ്റി. എല്ലാവർക്കും ഹാൻഡ്മെൻസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ അല്ലാസിഫ കാർ ഷോറൂമിൽ തന്നെയാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഒരു ഓഫ് റോഡ് കിങ്, അതായത് എവിടെയും കയറി പോകാനായിട്ട് അത്രയ്ക്ക് കോൺഫിഡൻസ് തരുന്നൊരു വാഹനത്തിൽ തന്നെയാണ്. നമ്മുടെ 70 സീരീസ് ലാൻഡ് ക്രൂയിസറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ പുതിയ LC 300ൻ്റെ ആ ഒരു ചരിത്രം പറഞ്ഞപ്പോൾ. അതിനകത്ത് തന്നെ ഇപ്പോഴും പ്രൊഡക്ഷനിലുള്ള 76 സീരീസാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഈ ഒരു വാഹനം. അപ്പം നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ നമ്മുടെ ബ്ലോഗിൽ പറയാൻ പോകുന്നത്. ഒരു അൾട്രാ ലക്ഷറി വാഹനം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു പക്ക ഓഫ് റോഡർ എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഈ ഒരു വാഹനത്തിൻ്റെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണാം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 1952 ഈ വാഹനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോഴും ഇവിടെ ഈ ഒരു മിഡിൽ ഈസ്റ്റിലൊക്കെ ഏത് ഷെയ്ഖ് ഫാമിലീസിലാണെങ്കിലും ഏത് അറബിക് ഫാമിലീസിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ഇപ്പോഴും അവരുടെ ഗ്യാരേജിലൊരു ഇടം പിടിച്ചിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ലാൻഡ് ക്രൂയിസറിൻ്റെ 76 സീരീസ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ആണ് നമ്മുടെ ഈ ഒരു 76 സീരീസ്. ഇതിനകത്ത് കംഫേർട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണെങ്കിലും ഇതിൻ്റെ പെർഫോമൻസും ഇതിൻ്റെ അതിൻ്റെ ഒരു പവറും കാര്യങ്ങളും പെർഫോമൻസ് ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് എല്ലാം അങ്ങേയറ്റം മുന്നിൽ തന്നെയാണ് ഈ ഒരു വാഹനം. അത് കംഫേർട്ടിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലാന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം പണ്ടത്തെ, അതായത് ജാമോൻ്റെ കാലത്തുണ്ടായിരുന്ന ആ ഒരു ടൈമിൽ ഇറങ്ങിയ ഒരു ടൈമിലുണ്ടായിരുന്ന ലീഫ് സ്പ്രിംഗ് ആണ് 2022 ഇത്രയും അൾട്രാ മോഡേൺ വാഹനങ്ങളെല്ലാം ഇറങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിലും ഇവർ ഈ ഒരു 76 സീരീസ് പിക്കപ്പിനകത്ത് നമുക്ക് ഓയിൽ സ്പ്രിംഗ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും ആ ഒരു ലീഫ് സ്പ്രിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. നമ്മുടെ നിസാൻ പെട്രോളിൻ്റെ സൂപ്പർ സഫാരി അതിനകത്തൊക്കെ വരുന്ന പോലെ, സഫാരിക്കകത്തൊക്കെ വരുന്ന ഓഫ് റോഡ് പർപ്പസിനായിട്ടുള്ള വാഹനങ്ങളിൽ വരുന്ന പോലെ തന്നെ ഇതിനകത്തും 2 ഫ്യൂവൽ ടാങ്കാണുള്ളത്. 16 ഇഞ്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അലോയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ 2022 ലാൻഡ് ക്രൂയിസർ 76 സീരീസിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്പെയർ വീല് തന്നെ പുറകിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പുറമേ ഉള്ള വിശേഷങ്ങൾ എന്ന് പറയാം. നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഇതിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സാധനങ്ങളെല്ലാം ലോഡ് ചെയ്യാൻ പറ്റിയൊരു ട്രക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പം ഇതിൻ്റെ ഉള്ളിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ലക്ഷറി ആയിട്ടൊന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല ഹെവി ഓഫ് റോഡർ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ഹൈറ്റുള്ള ചവിട്ടി കയറാനായിട്ടുള്ളൊരു ചവിട്ടുപടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കയറിയിരിക്കുമ്പം സീറ്റൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരു ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന ഒരു വാഹനത്തിനകത്ത് കിട്ടുന്ന ഇത്രയും കംഫർട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓഫ് റോഡ് കാര്യങ്ങൾക്ക് വേണ്ടി പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണിത്. അപ്പം അതിനനുസരിച്ചുള്ള കംഫർട്ടും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് പ്രതീക്ഷിച്ചാൽ മതി. അതിനനുസരിച്ചുള്ള ലക്ഷറി. പക്ഷെ ആ ഒരു കാറ്റഗറി നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നല്ല രീതിയിൽ ലക്ഷറി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു നല്ലൊരു സ്റ്റീരിയോ സിസ്റ്റം കാര്യങ്ങൾ, പിന്നെ നമ്മുടെ FM വേണ്ടിയുള്ള ആൻറ്റീന കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഇലക്ട്രിക്കലി ഇത് ചെയ്യാം. ഇതിനകത്ത് വന്നിരിക്കുന്നത് സെൻട്രൽ ലോക്കിൻ്റെ ഇതുണ്ടെങ്കിൽ പോലും കീ എന്ന് പറയുന്നത് വളരെ പരമ്പരാഗതമായിട്ട് അവർ നിലനിർത്തുന്ന ആ ഒരു ടൈപ്പ് കീ ആണ്. ഇങ്ങോട്ട് അടുത്ത് പോകുന്നത് കീ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അടുത്ത് പരമ്പരാഗതമായിട്ട് നിലനിർത്തിയിരിക്കുന്ന ആ ഒരു ടൈപ്പ് കീ തന്നെയാണ് ഇതിലും നമ്മുടെ ഈ ഒരു ലാൻഡ് ക്രൂയിസറിൻ്റെ ഈ ഒരു 2022 ഇറങ്ങിയ വാഹനത്തിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇടാം. ഇത് നമ്മുടെ സ്റ്റീരിയോ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് മറ്റേ പഴയ ഒരു ഇതിനകത്ത് നോർമൽ ഇതിനകത്ത് വരുന്നൊരു പച്ച കളറിലുള്ള എഴുത്തും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. പിന്നെ AC കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അതൊക്കെ വളരെ നോർമലായിട്ട്, അതായത് നമ്മുടെ 2002 ഇറങ്ങിക്കൊണ്ടിരുന്ന മാരുതി 800 ഇറങ്ങിയിരിക്കുന്ന ആ ഒരു സെയിം കാറ്റഗറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം AC കാര്യങ്ങളിലൊക്കെ. പിന്നെ അത്യാവശ്യം ഹാർഡ് പ്ലാസ്റ്റിക്കാണ് ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. പിന്നീട്
ഇതിനകത്ത് പറയുന്നത് ഒരു മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ ഒരു 76 സീരീസിനകത്ത് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പം സിംഗിൾ ക്യാബിന് ഡബിൾ ക്യാബിന് എന്തും ആയിക്കോട്ടെ അതിനകത്തെല്ലാം വന്നിരിക്കുന്ന ഒരു മാനുവൽ ട്രാൻസ്മിഷനാണ്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ താഴെ നമ്മുടെ 4 വീൽ ഡ്രൈവിൻ്റെ ആ ഒരു ഗിയർ നോബും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് നമ്മുടെ ഡിഫറൻഷ്യൽ ഇത് എൻഗേജ് ചെയ്യാനുള്ള നോബ് കാര്യങ്ങൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നു. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന സ്വിച്ചുകൾ. ഇതിനെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു 2022 വന്നപ്പോൾ അവർ ചെറിയ ഒരു പുതുമകളൊക്കെ അങ്ങനത്തെ കൊണ്ടുവന്നിരിക്കുന്നു പറയാം. അതിനകത്ത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ലാൻഡ്ക്രൂയിസർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്പീഡോമീറ്റർ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ 2 ഫ്യൂവൽ ടാങ്കിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് എൻഗേജ് ചെയ്യാനുള്ള സ്വിച്ച് ഇവിടെയുണ്ട്. ആ സ്വിച്ച് നീക്കുമ്പോഴത്തേക്ക് നമുക്കത് എൻഗേജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ RPM റെഡ് ലൈൻ ചെയ്യുന്നത് 5500 ഇതിലാണ് അതിൻ്റെ RPM റെഡ് ലൈൻ ചെയ്യുന്നത്. പിന്നെ ടോപ്പ് സ്പീഡ് കൊടുത്തിരിക്കുന്ന ഒരു 200 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട് ഇവിടെ. അത് ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്വാർട്ടർ ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അങ്ങോട്ട് തിരിക്കുക, എന്നിട്ട് പുറത്തേക്ക് തിരികെ കഴിഞ്ഞാൽ ക്വാർട്ടർ ഗ്ലാസ് ഓപ്പൺ ആവും. എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഇത് നമ്മുടെ ഈ പുറത്തുള്ള ഈ ആൻറ്റിന ഉണ്ടോ, ഈ സ്വിച്ച് ഈ 2 നമ്മുടെ ഈ ആൻറ്റിനയുടെ ഒരു കൺട്രോളാണ്. നമ്മുടെ ഈ പുറത്തുള്ള ഈ ആൻറ്റിന നമുക്ക് അത് പൊക്കി നമുക്ക് അങ്ങ് പോകും, അത്രയും ഹൈറ്റിൽ പോവും. അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് കഴിഞ്ഞാൽ അത് താന്നും നമ്മളത് അവിടെ വരെ വന്ന് നിൽക്കും. പിന്നീട് നമ്മൾ കീ കഴിയുമ്പം നമ്മൾ കയ്യിലെടുത്തു ഫുള്ളായിട്ട് താഴെ പോയി. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് 4 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു എഞ്ചിൻ റൂമാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യമാണ് ഇത് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ, അത് ഓണാക്കാനും ഓഫാക്കാനുള്ളൊരു സ്വിച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. കാരണം ഈ ഓഫ് റോഡ് വാഹനങ്ങളിൽ ഈ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ഇത് കൊടുക്കാത്തതാണ്. കാരണം ഇതൊരു ഓൺ റോഡ് പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ഈ ട്രാക്ഷൻ കൺട്രോളിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഓഫ് റോഡ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇതാണ് ഇതിൻ്റെ മറ്റേ 5 സ്പീഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇതാണ് നമ്മുടെ കുട്ടി ഗിയർ, അതിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നു. വേറെ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. 2 കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ചെറിയ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡിഫറൻഷ്യൽ, പിന്നെ ഇതിനകത്ത് ലാപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ്ടോ, സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. പിന്നെ ഉണ്ടോ, സ്റ്റോപ്പ് വാച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ നമ്മുടെ ഒരു റാലി കാര്യങ്ങളൊക്കെ ഈ വാഹനം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇതൊക്കെയാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യങ്ങളായിട്ടുള്ളത്. ബാക്കി ഇതിനകത്തുള്ളതെല്ലാം നോർമൽ കാര്യങ്ങളാണ്. വലിയ ലക്ഷറി കാര്യങ്ങളായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്ത് ഇത് ചെയ്തില്ല. എല്ലാം വളരെ സർവ്വസാധാരണമായിട്ടുള്ളൊരു വാഹനം. അതായത് നമ്മുടെ തൊട്ടപ്പുറത്ത് എടുക്കുന്ന ആളായാലും മനസ്സിലായോ, നമ്മുടെ ലെക്സസിൻ്റെ LX 570 ആണ്. ഇതിൻ്റെ LX 600 നമ്മുടെ കഴിഞ്ഞ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആ വാഹനം എത്രയും പെട്ടെന്ന് നമ്മളെ ഇതിൽ വരും. പക്ഷേ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേന് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആയിട്ട് ഉള്ളൂ എന്നാണ് നമ്മൾ അറിഞ്ഞത്. 2022 ജനുവരിയിലായിരിക്കും ഈ ഒരു വാഹനം എല്ലാവരിലേക്കും എത്തുക. അപ്പം നമ്മൾ ആ ഒരു വാഹനം വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. വന്നാൽ ഉടനെ ആദ്യത്തെ റിവ്യൂ നമ്മുടെ തന്നെ ആയിരിക്കും. ഇതിൽ നല്ല ക്വാളിറ്റിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിനി പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കാര്യങ്ങളൊക്കെ അമർത്തി അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് ഒരു സെറ്റപ്പിലേക്ക് ആക്കി വെക്കുക. അപ്പം എല്ലാവർക്കും അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ ബൈ ബൈ. സി യു. സൈനിങ് ഓഫ് സച്ചു ഫ്രം ഹാൻഡ് ഓൺ വീൽസ്.